തിരുവനന്തപുരം കിഴക്കേല ഗവൺമെന്റ് LP സ്കൂളിൽ ഭക്ഷ്യവിഷബാധ. സ്കൂളിൽ നിന്നും ഭക്ഷണം കഴിച്ച 30 കുട്ടികൾക്ക് വയറിളക്കവും ഛർദിയും ഉണ്ടായി. 3 കുട്ടികൾ പാരിപ്പള്ളി ESI ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. മീര മനോഹരൻ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. മീര, ഈ കുട്ടികളുടെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? അവരെ ഡിസ്ചാർജ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ടോ? എന്താണ് അവിടെ സംഭവിച്ചത്? സംഗീത, ഇന്നലെയായിരുന്നു തിരുവനന്തപുരത്തെ നാവായിക്കുളത്തെ ഇത്തരത്തിലൊരു ഗവൺമെന്റ് സ്കൂളിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്നത്. എന്തായാലും ഇതിന്റെ ഭാഗമായി 30ഓളം കുട്ടികൾക്ക് വയറിളക്കവും ഛർദിയും വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കുട്ടികളൊക്കെയും ആശുപത്രിയിൽ ചികിത്സ തേടി. നിലവിൽ 3 കുട്ടികളാണ് പാരിപ്പള്ളി ESI മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. ഈ കുട്ടികളുടെ നില ഗുരുതരമല്ല, ആരുടെയും അവസ്ഥ ഗുരുതരമല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ കുട്ടികൾക്കായി ഈ സർക്കാരിന്റെ ഭക്ഷണ മെനു പരിഷ്കരണത്തിന്റെ ഭാഗമായി തന്നെ മെനുവിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ ഇന്നലെ കുട്ടികൾക്ക് ഫ്രൈഡ് റൈസും ചിക്കനും കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് കഴിച്ച കുട്ടികൾക്കാണ് ഇത്തരത്തിൽ 30ഓളം കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റത്. എന്തായാലും ഈ സ്കൂൾ ഒരു LP സ്കൂളാണ്, 250ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. മറ്റു കുട്ടികൾക്കൊന്നും ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് വലിയ ഗൗരവമുള്ള പ്രശ്നങ്ങളിലേക്ക് ഇക്കാര്യങ്ങൾ പോയിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. മീര മനോഹരനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.